ഹായ് ഡിയർ ഗായ്സ്, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ പുതിയൊരു യാത്രാ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. സീനിയർ സഞ്ചാരിയുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന യാത്ര തുടരുകയാണ്. തൃശൂർ യാത്രാ ഗ്രൂപ്പിലെ ഒരു അംഗമായി 25ഓളം സഞ്ചാരികൾ വിശാഖപട്ടണം കാഴ്ചകൾ അരിച്ചുപെറുക്കുകയാണ്. വിശാഖപട്ടണം നഗരത്തിന്റെ കടലോരത്ത് കയറ്റിവെച്ചിട്ടുള്ള ഒരു മുങ്ങിക്കപ്പലിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്, മുങ്ങിക്കപ്പലിലെ ജീവനക്കാർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്ന് കാണുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുകയാണ്. 1969 ഡിസംബർ മാസത്തിൽ കമ്മീഷൻ ചെയ്ത് നീണ്ട 32 വർഷത്തോളം രാജ്യത്തെ സേവിച്ച് 2001 ഫെബ്രുവരിയിൽ ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട കുർസൂറ എന്നു പേരുള്ള ഒരു മുങ്ങിക്കപ്പലാണ് ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. ജലോപരിതലത്തിൽ 1945 ടണ്ണും വെള്ളത്തിനടിയിൽ 2469 ടണ്ണും ഭാരമുള്ള 91 മീറ്റർ നീളവും 12 മീറ്ററോളം ഉയരവും 8 മീറ്റർ വ്യാസവുമുള്ള ഈ ഭീമനെ എങ്ങനെ കരക്ക് കയറ്റി എന്നത് അത്ഭുതം തന്നെ. 90 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 4 മീറ്റർ ആഴവുമുള്ള ഭീമാകാരമായ ഒരു കുഴിയെടുത്ത് ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ തയ്യാറാക്കി അതിന്മേലാണ് ഈ ഭീമനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അത്യുഗ്രശേഷിയുള്ള ഹൈഡ്രോളിക് വീഞ്ചും വയർ റോപ്പും ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്നും കെട്ടിവലിച്ച് കരക്ക് കയറ്റിയാണ് കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അനേകം മെറ്റൽ ഫ്രെയിമുകളും ജാക്കികളും റബ്ബർ പാടുകളും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഭീമാകാരമായ ഒരു മുങ്ങിക്കപ്പൽ നിർമ്മിക്കാൻ മനുഷ്യന് സാധിക്കുമെങ്കിൽ അതിനെ മെരുക്കിയെടുക്കാനും കഴിയും എന്നുള്ളതിന് തെളിവാണ് ഈ മുങ്ങിക്കപ്പൽ മ്യൂസിയം. മുങ്ങിക്കപ്പലിന്റെ മുൻഭാഗത്ത് ഇരുഭാഗത്തുമായി ശക്തിയേറിയ ചുവന്ന ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ കാണുന്നതാണ് കപ്പലിൽ കയറുവാനുള്ള വഴി. നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം. 70 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. കപ്പലിന്റെ തലഭാഗത്തുകൂടി അകത്തേക്ക് കയറി വാൽഭാഗത്തുകൂടി ഇറങ്ങുന്ന വിധത്തിലാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. മുങ്ങിക്കപ്പലിന്റെ ഭീമാകാരമായ ആങ്കർ മറികടന്ന് ഞങ്ങൾ നടന്നു കപ്പലിനകത്തേക്ക് കയറാൻ. 1969 സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ കുർസൂറയെ വാങ്ങുന്നത്. ഇപ്പോൾ 18 മുങ്ങിക്കപ്പലുകൾ സ്വന്തമായുള്ള ഇന്ത്യൻ നേവിയുടെ അഭിമാനമായി വിശാഖപട്ടണം തീരത്ത് തല ഉയർത്തി നിൽക്കുകയാണ് കുർസൂറ എന്ന മുങ്ങിക്കപ്പൽ മ്യൂസിയം. ആകെ 7 കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് കപ്പലിന്റെ അകവശത്ത്. വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങളാണ് ഓരോ കമ്പാർട്ട്മെന്റുകൾക്കും. ഒന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ ടോർപിഡോകൾ ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ടോർപിഡോകളെ ഉപയോഗിച്ചാണ് മുങ്ങിക്കപ്പലുകൾ ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകളെയും കപ്പലുകളെയും നശിപ്പിക്കുന്നത്. കുർസൂറയിൽ ഇത്തരം 22 ടോർപിഡോകൾ ആണ് വിന്യസിച്ചിരുന്നത്. കുർസൂറയ്ക്ക് ലഭിച്ച വിവിധ ചെസ്റ്റുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കടക്കാം. വിവിധ മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ ആണ് ഇവിടെയുള്ളത്. വൈവിധ്യമേറിയ വിവിധതരം മെഷീനുകളെ കൊണ്ട് നിറഞ്ഞതാണ് ഉൾഭാഗത്തെ ഇടതുവശം, വലതുവശം, പിന്നെ മുകൾ ഭാഗം. കടലിൽ വെള്ളത്തിനടിയിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിന് മുൻഭാഗത്തുകൂടി പോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണമാണ് പെരിസ്കോപ്പ്. കുർസൂറയിലെ പെരിസ്കോപ്പിന്റെ നീളം 9 മീറ്റർ ആയിരുന്നു. ശക്തിയേറിയ കോൺകേവ് ലെൻസുകൾ ആണ് പെരിസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. വിവിധ കമ്പാർട്ട്മെന്റുകളുമായി കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഉപകരണമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കടലിൽ 280 മീറ്റർ ആഴത്തിൽ വരെ സഞ്ചരിക്കുന്നതിന് കുർസൂറയ്ക്ക് കഴിയുമായിരുന്നു. 2000 HP വീതം കപ്പാസിറ്റിയുള്ള 3 ഡീസൽ എഞ്ചിനുകൾ, 3 മോട്ടോറുകൾ, 652 കിലോഗ്രാം വീതം ഭാരമുള്ള 448 ബാറ്ററികൾ, 37 ടൺ വരെ കപ്പാസിറ്റിയുള്ള ശുദ്ധജല ടാങ്കുകൾ, 439 ടൺ കപ്പാസിറ്റിയുള്ള ഇന്ധന ടാങ്കുകൾ, 54 എണ്ണം ഹൈ പ്രഷർ എയർ ബോട്ടിലുകൾ എന്നിവയെല്ലാം അടങ്ങിയ ബൃഹത്തായ മെഷീനറി സിസ്റ്റമാണ് കുർസൂറയുടേത്. ജലോപരിതലത്തിൽ 15.5 നോട്ട്സ് വേഗത്തിൽ വരെ സഞ്ചരിക്കുവാൻ കുർസൂറയ്ക്ക് കഴിയുമായിരുന്നു. വെള്ളത്തിനടിയിലാകട്ടെ അത് 9 നോട്ടിക്കൽ മൈലാണ്. 72 നേവി ഉദ്യോഗസ്ഥരായിരുന്നു കുർസൂറയിലെ ജീവനക്കാർ. അവർക്ക് കിടക്കുന്നതിനും ഉറങ്ങുന്നതിനുമുള്ള റൂമുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അവർ ഉപയോഗിക്കുന്ന യൂണിഫോമുകൾ ഇവിടെ അടുക്കടുക്കായി വെച്ചിരിക്കുന്നു. അന്തർവാഹിനിയുടെ അകത്ത് ഇരുഭാഗങ്ങളിലുമായി സ്ലീപ്പിംഗ് റൂംസ് കാണാം. ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അടുക്കളയാണ് ഈ കാണുന്നത്.
അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാണുന്നത് മുങ്ങിക്കപ്പലിലെ ഭക്ഷണ മുറിയാണ്. എഴുപത്തിരണ്ട് ജീവനക്കാർക്ക് വേണ്ടി മൊത്തം 3 ടോയ്ലറ്റുകളാണ് അന്തർവാഹിനിക്കകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. വാക്വം പ്രഷർ ക്ലീനിംഗ് സിസ്റ്റമാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും കുടിക്കുന്നതിനും ആവശ്യമായ ശുദ്ധജലം 37 ടൺ കപ്പാസിറ്റിയുള്ള ശുദ്ധജല ടാങ്കുകളിൽ നിറയ്ക്കുമായിരുന്നു. കുളിക്കുന്നതിന് ശുദ്ധജലം ഉപയോഗിക്കുവാൻ അനുവാദമില്ല. 3 മാസം കടലിനടിയിൽ ജീവിച്ച ശേഷം കരയ്ക്കണയുമ്പോഴാണ് ജീവനക്കാർ കുളിച്ചിരുന്നത്. കമ്പാർട്ട്മെന്റുകൾ ഓരോന്നായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ നിരനിരയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാച്ചുകളായി ഫോട്ടോകളെടുത്ത് നടത്തം തുടർന്നു. എത്ര ബൃഹത്തായ നിർമ്മാണമാണ് ഈ കാണുന്നത്. ഞങ്ങളിൽ പലരും ഏതോ അത്ഭുത ലോകത്തെത്തിയ പോലെ വിസ്മയഭരിതരായി മുന്നോട്ട് നീങ്ങി. ഞാൻ ആലോചിച്ചു, എത്രമാത്രം അപകടകരവും ദുഷ്കരവുമായ ജീവിതമായിരിക്കും നാവികർ മുങ്ങിക്കപ്പലിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവുക. എല്ലാ ദിവസവും പുറത്തേക്കിറങ്ങി 4 മനുഷ്യരെ കണ്ടില്ലെങ്കിൽ, സുഹൃത്തുക്കളുമായി സംസാരിച്ചില്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അതാണ് സീനിയർ സഞ്ചാരിയുടെ ചിട്ട. ഈ ഒതുങ്ങിക്കൂടിയ യാനത്തിനുള്ളിൽ 90 ദിവസം കുളിക്കാതെ വെള്ളത്തിനടിയിൽ കഴിച്ചുകൂട്ടുന്ന രാജ്യരക്ഷാ നാവികരെ നിങ്ങളെ ഞാൻ പ്രണമിക്കുന്നു. അങ്ങനെ ആർമിയിലും നേവിയിലുമൊക്കെയായി എത്രയെത്ര ദേശസ്നേഹികളാണ് മഞ്ഞുമലകളിലും സമുദ്രാന്തർഭാഗത്തുമൊക്കെ ദുർഘട സാഹചര്യങ്ങളിൽ രാജ്യസേവനം നടത്തുന്നതെന്ന് ഓർത്തപ്പോൾ അവരോടുള്ള ആദരവ് മനസ്സിൽ നിറഞ്ഞു തുളുമ്പി. ഞങ്ങൾ പിന്നെയും നടന്നുകൊണ്ടിരുന്നു. സമുദ്രാന്തർഭാഗങ്ങളിൽ കപ്പലിന് വെളിയിൽ ഇറങ്ങി നിരീക്ഷണം നടത്തുന്നതിനും യുദ്ധമുഖത്ത് വെച്ച് സബ്മറൈൻ നശിപ്പിക്കപ്പെട്ടാൽ രക്ഷപ്പെടുന്നതിനും ആവശ്യമായ സ്ക്യൂബ ഡൈവിംഗ് സൂട്ടുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന മർദ്ദം ചെറുക്കുന്നതിന് പര്യാപ്തമായ സംവിധാനമാണ് ഡൈവിംഗ് സൂട്ടുകളിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. സബ്മറൈനിലെ ടെലഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള ഓഫീസ് മുറിയും ജീവനക്കാരുമാണ് ഇവിടെയുള്ളത്. നേവൽ യൂണിഫോം ധരിപ്പിച്ച മനുഷ്യപ്രതിമകളെ ഉപയോഗിച്ചാണ് കപ്പലിലെ പ്രവർത്തനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മളിതാ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കടക്കുകയാണ്. വിവിധ കമ്പാർട്ട്മെന്റുകൾ കടന്ന് നമ്മൾ മുങ്ങിക്കപ്പലിൽ കയറുന്നതിനും പുറത്തേക്ക് ഇറങ്ങുന്നതിനും ഉപയോഗിക്കുന്ന ഏക വാതിലിന് സമീപത്തെത്തി. ജലോപരിതലത്തിൽ മുങ്ങിക്കപ്പൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഉയർന്നു നിൽക്കുന്ന ഭാഗമാണിത്. വൃത്താകൃതിയിലുള്ള ഒരു കുഴൽ പോലെ ആണ് വാതിൽ. അതിനു മുകളിലായി വാട്ടർ ടൈറ്റായ ഒരു അടപ്പുണ്ട്. അകത്തുനിന്നും കോണി കയറി ചെന്ന് അടപ്പ് തുറന്ന് നാവികർക്ക് പുറത്തേക്കിറങ്ങാം. സബ്മറൈനർ എന്ന് വിളിക്കുന്ന സാധാ ഉദ്യോഗസ്ഥന്മാർക്ക് നീല യൂണിഫോമും ഉയർന്ന റാങ്കിലുള്ള ഓഫീസർമാർക്ക് വെളുത്ത യൂണിഫോമും ആയിരിക്കും വേഷം. മുങ്ങിക്കപ്പൽ ഒരു അത്ഭുത ലോകം തന്നെ. വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മുങ്ങിക്കപ്പലിന്റെ വാൽഭാഗത്തു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുക. ഇവിടെ വാലറ്റത്ത് 3 പ്രൊപ്പല്ലറുകൾ കാണാം. ശരവേഗത്തിൽ കപ്പലിനെ മുന്നോട്ട് പായിക്കുന്നത് ഈ 6 ലീഫുകൾ വീതമുള്ള 3 പങ്കകളാണ്. ഏറ്റവും ബാക്കിലായി കപ്പലിന്റെ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള റഡർ സ്ഥാപിച്ചിരിക്കുന്നു. ഇതാണ് റിഫ്ലക്ടർ സോണാർ സിസ്റ്റം. സമുദ്രത്തിൽ കൂടി കടന്നു പോകുന്ന വസ്തുക്കളുടെ, പ്രത്യേകിച്ച് കപ്പലുകളുടെയും മുങ്ങിക്കപ്പലുകളുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതിനും അവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും അവയുടെ സ്പീഡ് കണക്കാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്തു വരുന്ന ശബ്ദത്തിന്റെ തീവ്രത അളന്നാണ് സോണാർ ഇത് സാധ്യമാക്കുന്നത്. ഹൈ പ്രഷർ എയർബോട്ടിൽ ആണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ 54 എണ്ണമുണ്ടായിരുന്നു കുർസൂറയിൽ. മുങ്ങിക്കപ്പൽ ജലോപരിതലത്തിലേക്ക് പൊന്തിവരാനും ആഴക്കടലിന്റെ അടിഭാഗത്തേക്ക് പോകാനും മറ്റും ഇത്തരം ബോട്ടിലുകൾ അത്യന്താപേക്ഷിതമാണ്. മ്യൂസിയത്തിന്റെ ഒരു വശത്തായി ഒരു ടോർപിഡോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുർസൂറയിൽ 22 ടോർപിഡോകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എത്ര ടൺ എക്സ്പ്ലോസീവ് ആയിരിക്കും ഇതിൽ നിറച്ചിട്ടുണ്ടാവുക? ഒരു കപ്പലിനെ അപ്പാടെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ശേഷി ഈ ടോർപിഡോയ്ക്ക് ഉണ്ടാകും.
ശാസ്ത്രം എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവ സ്ഫോടക വസ്തുക്കൾ നിറച്ച ആധുനിക ഉപകരണങ്ങൾ പല വികസിത രാജ്യങ്ങളും കൈവശം വെച്ചിരിക്കുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ഭൂമി നശിച്ചതു തന്നെ. അങ്ങനെ പലവിധ ചിന്തകളാൽ അലയുന്ന മനസ്സിനെ പിടിച്ചുകെട്ടി സഹയാത്രികരുടെ ഗ്രൂപ്പ് വീഡിയോ പിടിച്ച് കവാടം കടന്ന് ഞാൻ പുറത്തിറങ്ങി. തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടു, അസ്തമയ സൂര്യന്റെ ചെങ്കതിരുകളേറ്റ് കുർസുറ കൂറ്റൻ തിമിംഗലത്തെ പോലെ വിശാഖപട്ടണം RK ബീച്ചിൽ തല ഉയർത്തി നിൽക്കുന്നു. ഇനിയും എത്രയെത്രയോ സഞ്ചാരികളെ വരവേൽക്കേണ്ടതുണ്ട്, തന്റെ വീരഗാഥകൾ വിളിച്ചറിയിക്കേണ്ടതുണ്ട് എന്ന ഭാവത്തിലാണ് കുർസുറയുടെ നിൽപ്പ്. ഗുഡ് ബൈ കുർസുറ, ഗുഡ് ബൈ.